ഹായ് ബഡീസ്, നമുക്കിതൊന്ന് അപ്സൈക്കിൾ ചെയ്താലോ? ഇതൊരു പഴയ സ്റ്റാറിൻ്റെ അവശിഷ്ടമാണ്. നമുക്കിതിനൊരു പുതിയ മേക്ക് ഓവർ കൊടുക്കാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ദേ, ഇതിൻ്റെ സൈഡ് കണ്ടില്ലേ ഇങ്ങനെ പൊട്ടിയിരിക്കണത്? നമുക്കിതൊന്ന് അടർത്തിയെടുക്കാം. ഇത് ചെയ്യുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ച് വേണം ചെയ്യാൻ, ബിക്കോസ് ഇതിൻ്റെ ഉള്ളിലെ പാർട്ടും കൂടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ചാണ് ഇത് ചെയ്യേണ്ടത്. இந்த ഭൂമിയെ വാഴത്താൻ എന്നെപ്പോലെ ഇങ്ങനെ മൂളിപ്പാട്ട് പാടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മൂളിപ്പാട്ട് പാടുമ്പം നല്ല രസമല്ലേ? പിന്നെ ഇതിൻ്റെ പിന്നിൽ വേറൊരു അപ്രിയ സത്യം കൂടി ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ വീഡിയോസിലൊക്കെ ആദ്യം ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ ഈ റോയൽറ്റി ഫ്രീ മ്യൂസിക് ആണെന്ന് പറഞ്ഞിട്ട് എന്താ ഓത്തറിന് ചുമ്മാ ക്രെഡിറ്റ് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവരുടെ പാട്ടെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അവർക്ക് ക്രെഡിറ്റും കൊടുത്ത് നമ്മുടെ ഈ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേ എന്താ ദേ കിടക്കണം കോപ്പിറൈറ്റ്. അങ്ങനെ എനിക്കൊരു 3-4 കോപ്പിറൈറ്റ് കിട്ടി. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം, അതിലെനിക്ക് ഭയങ്കര നിർബന്ധമാണ്. വാക്ക് പറഞ്ഞിട്ട് പിന്നെ മറ്റിടത്തെ സ്വഭാവം കാണിക്കണത് അത് ശരിയല്ല. അപ്പം ഞാൻ വിചാരിച്ചു ദൈവം സഹായിച്ചിട്ട് എനിക്ക് പാടാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. അപ്പം മൂളിപ്പാട്ട് പാടിയിട്ടാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാമല്ലോ. അങ്ങനെയാണത് തുടങ്ങിയത് കേട്ടോ. അപ്പം ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ പാടുന്നത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോങ് ഞാൻ ഇതുപോലെ പാടണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ദേ പറഞ്ഞ് നമ്മൾ എവിടെ എത്തി? സ്റ്റാർ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൽ നമ്മൾ ഗോൾഡൻ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിന് എക്സ്ട്രാ ഒരു കോട്ടും കൂടി അടിക്കേണ്ടി വരും. ആദ്യം നമ്മൾ പെയിൻറ്റ് അടിക്കുക, പിന്നെ അതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കോട്ട് അടിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇതുപോലെ അപ്സൈക്ലിംഗ് ക്രാഫ്റ്റ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിക്കോസ് ഇതൊരു ചെറിയ ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വളരാൻ പറ്റുള്ളൂ. എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടല്ലേ? ഒന്നും പറയണ്ട. 2 ആഴ്ച മുന്നേ കൊരയായിരുന്നു. പക്ഷേ ഇപ്പം മരുന്നൊക്കെ കഴിച്ചുകൊണ്ട് ചെറുതായി ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ ഫൈനലി സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് ഈ പൊട്ടിപ്പൊളിഞ്ഞ സ്റ്റാർ കിട്ടിയപ്പം എൻ്റെ മനസ്സിൽ ഇതുപോലെ സ്റ്റാർ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കെട്ടിത്തൂക്കണം എന്നായിരുന്നു ആഗ്രഹം. ആൻഡ് ഒരു മിറാക്കിൾ സംഭവിച്ചു. അതെന്താണെന്ന് ഞാൻ അവസാനം കാണിക്കാം. ഈ അപ്സൈക്ലിംഗ് ക്രാഫ്റ്റ് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ എൻ്റെ ഇളയ മാനസപുത്രി ഇത് കണ്ടോ ഇങ്ങനെ ഒടിച്ചു വെച്ചു. അവളത് കളിക്കാൻ എടുത്തിട്ട് ഇങ്ങനെ ഒടിച്ചു വെച്ചു. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ബിക്കോസ് ഇത് കഴിഞ്ഞ വർഷം തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളിതിൽ വർക്ക് ചെയ്ത് അവസാനം ഇങ്ങനെയായി പോയതിൽ ഭയങ്കര സങ്കടമുണ്ട്. സാരമില്ല, കുഞ്ഞല്ലേ, എന്നാ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. വലിയ സ്റ്റാർ വേണ്ട, വലിയ വാലുള്ള സ്റ്റാർ വേണ്ടെന്നേ, നമുക്ക് ചെറിയ വാലുള്ള സ്റ്റാർ മതി. അങ്ങനെ പേന വെച്ചിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്കെയില് കിട്ടിയില്ല, തികച്ചും സ്വാഭാവികം. അങ്ങനെ കിട്ടിയ സാധനം വെച്ചിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. നല്ല ടെൻഷനുണ്ട്. ഈശ്വര ചതിക്കല്ലേ. ഇങ്ങനെ പയ്യനെ ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ സംഭവം സക്സസ് ആയി. എനിക്ക് നല്ല രീതിയിൽ അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. താങ്ക് ഗോഡ്. What shall I say unto the Lord? All I have to say, thank you Lord. മേരെ മമ്മ മേരെ മമ്മ മേരെ മമ്മ. എൻ്റെ സൗണ്ടൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. തൊണ്ട തീരെ ശരിയായിട്ടില്ല. അങ്ങനെ പയ്യനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ അവസാനം നമ്മുടെ സ്റ്റാർ ഇതാ റെഡി ആയിട്ടുണ്ട്. കുട്ടി സ്റ്റാറാണ് ഇത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ എക്സ്ട്രാ പാർട്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡ് കണ്ടോ, ആ കോർണറിൽ അത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ആൻഡ് വളരെ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ കേട്ടോ.
ബിക്കോസ് അത് ഉള്ളിലോട്ട് കയറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഓ മേരെ മുമ്മ, ഓ മേരെ മുമ്മ, ഓ മേരെ മുമ്മ, ദൈവമേ ദിവ്യരൂപമേ, തിളങ്ങുന്നു നാഥൻ. ഈ പാട്ടിൻ്റെ ഞാൻ പാടുന്ന ഫുൾ വേർഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. 5 കമൻ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഈ പാട്ട് പാടും. അങ്ങനെ നമ്മുടെ സ്റ്റാർ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ സൈഡിൽ കട്ട് ചെയ്ത പോർഷനിൽ നമ്മൾ ഗോൾഡൻ പെയിൻ്റ് അടിക്കണം കേട്ടോ. ഞാനിവിടെ ഹോള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അടുപ്പിൽ ഇങ്ങനെ കത്തി ചൂടാക്കിയിട്ട് ഇങ്ങനെ കുത്തിയാൽ മതി. പിന്നെ ഞാനിങ്ങനെ ഒരു ചരട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ചരട് ഇങ്ങനെ ഫ്രണ്ടിൽ കുടുക്ക് കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്റ്റാർ ഇടാൻ പോവാം. ചന്ദ്ര 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 ചന്ദ്ര. അങ്ങനെ വാതിൽ തുറന്നു. അങ്ങനെ മിറക്കിൾ കാണിക്കാൻ സമയമായിട്ടോ. ഓ മേരെ മുമ്മ, 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 ഓ മേരെ മുമ്മ. What shall I say unto the Lord? All I have to say, thank you Lord. അങ്ങനെ കഴിഞ്ഞ വർഷം ഞാനിവിടെ സ്റ്റാർ കെട്ടിത്തൂക്കണമെന്ന് ആഗ്രഹിച്ചു. കണ്ടോ, സ്റ്റാർ നല്ല ഭംഗിയില്ലേ? ആൻഡ് ഇതിൻ്റെ താഴോട്ട് ഞാൻ വീഡിയോ കൊണ്ടുപോവാണ്. ദേ ഞാൻ മിറാക്കിൾ കാണിച്ചു തരാം. ദേ കണ്ടോ, ഒരു പുല്ലിൻ്റെ പരവതാന. ഇത് ഭയങ്കര ഒരു മിറാക്കിളാണല്ലേ. ഇത് ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. എന്താ വെച്ചാൽ സ്റ്റാർ കെട്ടിത്തൂക്കുന്നത് ഞാൻ ആഗ്രഹിക്കുമ്പം പ്രകൃതി അത് മനസ്സിലാക്കി ആ സ്റ്റാറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ നിലത്തിങ്ങനെ പുല്ലിൻ്റെ പരവതാന പണിതത്. അതെന്തോ ഭയങ്കര ദൈവികമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിങ്ങനെ ദൈവത്തിന് വേണ്ടി ചെറിയൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കുമ്പം ദൈവമായിട്ട് ഇങ്ങനെ ബ്ലെസ് ചെയ്യുമ്പം ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കണ്ടോ ഇങ്ങനെ റേസ് വരുന്നത്, ദൈവം എന്നെ ബ്ലെസ് ചെയ്യുന്ന പോലെ. എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ, ഞാൻ ഡബിൾ ഹാപ്പിയാണ്. അപ്പം ഇതെനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തന്നൊരു പ്രോജക്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ അപ്സൈക്ലിംഗ് ക്രാഫ്റ്റ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.